ഇന്ത്യ ഒരു വമ്പൻ കളിക്കൊരുങ്ങുകയാണ്. ചെറിയ കളിയല്ല, 30,000 കോടി രൂപയുടെ വലിയ കളി. ഇന്ത്യയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. അനന്ത് ശസ്ത്രയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ ഈ വലിയ ടെൻഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അനന്ത് ശസ്ത്ര എന്നത് ഒരു വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ്. ഇത് ആകാശത്തിലൂടെ വരുന്ന ഭീഷണികളെ മിസൈൽ അയച്ച് ആകാശത്ത് വെച്ച് തന്നെ തകർക്കുമെന്നതാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് അനന്ത് ശസ്ത്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിലും ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലും ഈ നീക്കം ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത്. DRDO വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനത്തിന് ഇപ്പോഴാണ് അനന്ത് ശസ്ത്ര എന്ന പേര് നൽകിയത്. അതിനു മുൻപ് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ QRSAM സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ വേഗത്തിൽ ഇവയെ വിന്യസിക്കാനാകുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. അതുപോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും ഇവയെ നീക്കി മാറ്റി സ്ഥാപിക്കാനും സാധിക്കും. ഇത് വ്യോമ ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കാൻ സൈന്യത്തെ പ്രാപ്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ ഏറ്റെടുക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഡ്രോണുകൾ, ശത്രുവിമാനങ്ങൾ, കൃത്യതയുള്ള യുദ്ധ ഉപകരണങ്ങൾ എന്നിവ മത്സര അതിർത്തികളിൽ ഉയർത്തുന്ന പുതിയ തലമുറ ഭീഷണികളോടുള്ള മറുപടിയാണ് അനന്ത് ശസ്ത്ര. ഇതിന് ഏകദേശം 30 കിലോമീറ്റർ ദൂര പരിധിയുണ്ട്. ഇത് വളരെ ഹ്രസ്വദൂര, ഇടത്തരം ദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിന്റെ ചലനശേഷി ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും ചുരുങ്ങിയ സമയം കൊണ്ട് ഫയർ ചെയ്യാനും അനുവദിക്കുന്നു. വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ ഭീഷണികൾക്കെതിരെ യന്ത്രവൽകൃത സേനകളെയും സൈനിക കേന്ദ്രീകരണങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ഈ കഴിവ് നിർണായകമാണ്. ഒരിക്കൽ ഉൾപ്പെടുത്തിയാൽ അനന്ത് ശസ്ത്ര MRSAM, ആകാശ് SAM പോലുള്ള ദീർഘദൂര സംവിധാനങ്ങൾക്കും L-70, ZU-23 തോക്കുകൾ പോലെയുള്ള ഹ്രസ്വദൂര പാരമ്പര്യ സംവിധാനങ്ങൾക്കും ഇടയിൽ ഒരു കണ്ണിയായി പ്രവർത്തിക്കും. ഫാസ്റ്റ് ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, UAVകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ നിർവീര്യമാക്കുന്നതിന് ഈ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാമെന്നതാണ്. ചൈനീസ് ആയുധങ്ങളുടെ പിന്തുണയോടെ 4 ദിവസത്തെ പാകിസ്ഥാൻ പോരാട്ടത്തിൽ ആകാശ് MRSAM, സ്പൈഡർ S-400 തുടങ്ങിയ ഇന്ത്യൻ സംവിധാനങ്ങൾ അവയുടെ ഫലപ്രാപ്തി വലിയ രീതിയിൽ പ്രകടമാക്കിയിരുന്നു. അനന്ത് ശസ്ത്രയുടെ കൃത്യതയും വിശ്വാസ്യതയും സാധൂകരിക്കുന്നതിന് എല്ലാ കാലാവസ്ഥയിലും പകൽ, രാത്രി സാഹചര്യങ്ങളിലും ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ അനന്ത് ശസ്ത്രയുടെ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ സിസ്റ്റത്തിന്റെ യഥാർത്ഥ പ്രവർത്തന പരിതസ്ഥിതികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തെളിയിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് ലഡാക്ക്, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉയർന്ന അപകട സാധ്യതകളുള്ള മേഖലയിൽ അതിന്റെ വിന്യാസത്തിൽ സൈന്യത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ സംവിധാനത്തോടൊപ്പം തന്നെ നമ്മുടെ സൈന്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സമഗ്രമായ നവീകരണത്തിനും ശ്രമിക്കുന്നുണ്ട്. തുർക്കി, ചൈനീസ്, UAV സംവിധാനങ്ങളുടെ പാകിസ്ഥാൻ ഉപയോഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഡ്രോൺ നുഴഞ്ഞുകയറ്റങ്ങളെ ചെറുക്കുന്നതിന് പുതിയ റഡാറുകൾ, വളരെ ഹ്രസ്വദൂര സംവിധാനങ്ങൾ അഥവാ വിഷ്വരാഡ്സ്, ജാമറുകൾ, ഡയറക്റ്റ് എനർജി ലേസർ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 25 മുതൽ 30 കിലോമീറ്റർ ദൂര പരിധിക്കുള്ളിൽ 10 മുതൽ 14 കിലോമീറ്റർ ഉയരത്തിലും ആകാശ ലക്ഷ്യങ്ങളെ ഫലപ്രദമായി ഇവ തടയുമെന്നതാണ്. 8x8 ട്രക്കുകളിൽ അശോക് ലെയ്ലാൻഡിന്റെയും ടാറ്റയുടെയും ട്രക്കുകളിൽ ഘടിപ്പിച്ച ഉയർന്ന മൊബൈൽ സിസ്റ്റം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടവേളകളിൽ ഇടവിട്ട് പ്രവർത്തിക്കാനും വെടിയുതിർക്കാനും ഇതിന് കഴിയുമെന്നതാണ്. ഒരേ സമയം ഒന്നിലധികം ആകാശ ലക്ഷ്യങ്ങളെ തുടർച്ചയായി കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും പ്രാപ്തമാക്കുന്നു. ഓരോ മിസൈൽ ലോഞ്ചറിലും ഒരേ സമയം 6 വ്യത്യസ്ത ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിവുള്ള 6 മിസൈലുകളുണ്ട്.